അസ്സലാമു അലൈക്കും. കുട്ടികള് നമ്മുടെ കുട്ടികളടുത്ത് മിനിമം ഒരു ദിവസം ഒരു ഹാഫ് ആൻ അവർ ഒരു an hour എങ്കിലും സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഈവൻ നമ്മൾ അവരുടെ കൂടെ താമസിക്കുന്നില്ലെങ്കിൽ പോലും, പ്രവാസിയാണെങ്കിൽ ഫോർ ഇൻസ്റ്റൻസ്, നമ്മളൊരു ദിവസം അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ എങ്കിലും അവരുമായിട്ടെങ്കിലും കണക്ട് ചെയ്തിരിക്കും. അപ്പൊ കണക്ട് ആവാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഫോൺ വിളിച്ച് സംസാരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ട് ഓൺലൈൻ ഗെയിംസ് കളിക്കാം, ഇറ്റ് ലൈക്ക് ലുഡോ, വാട്ട് എവർ യു ലൈക്ക്. അങ്ങനെയെങ്കിലും മിനിമം ഒരു ടൈം അവരുമായിട്ട് ആ ബോണ്ടിങ്ങിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം, ഇൻക്ലൂഡിങ് മൈ സെൽഫ്. അപ്പൊ നമ്മളത് എത്രത്തോളം അവരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അത്രത്തോളം അവർക്കൊരു സേഫ് ഫീലിംഗ് ഉണ്ടാവും. ഒരു ബോണ്ടിങ് കണക്ഷൻ ഇന്റേണലി വരും. ഓക്കെ, എവറി ഡേ നമ്മൾ അവരുമായിട്ട് സംസാരിക്കുന്നത്, അപ്പൊ ദേ വിൽ ഫീൽ ലൈക്ക് വി ആർ വിത്ത് ദം ഫോർ എനിത്തിങ് ആൻഡ് എവറിത്തിങ്. ഐ ആം എൻ 80s കിഡ്. ഞാൻ 80s കിഡാണ്. എൻ്റെ ഫാദർ എന്ന് പറയുന്നത് വർഷത്തിൽ 2 വർഷം കൂടുമ്പോൾ വന്ന്, നമ്മൾ ചിലപ്പോൾ 1 മാസം 2 മാസം 3 മാസം ചിലപ്പോൾ 6 മാസമൊക്കെ ഉണ്ടാവാറുണ്ട്, വന്ന് പോയിട്ട് പോകുന്നൊരു കൾച്ചറിൽ വളർന്നവനാണ് ഞാൻ. അപ്പൊ നമുക്ക് ആ 80s കിഡിൽ എന്നെ പോലെ ആവണമെന്നില്ല. എല്ലാവരും നല്ല ബോണ്ടിങ്ങുള്ള ആൾക്കാരുണ്ടാവും. നല്ല ബോണ്ടിങ്ങിന് ഒരു പ്രശ്നമില്ല എങ്കിൽ പോലും നമുക്ക് ആ ഒരു ഇൻഡെപ്ത് കണക്ടിവിറ്റി ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, അല്ലെ? കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. അപ്പൊ ഈ സമയത്ത് അങ്ങനെയല്ല. ഇപ്പൊ എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ഫ്രണ്ട്ലി ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നെറ്റ്വർക്ക് ബേസ് ആയി കഴിഞ്ഞാലും, നമ്മുടെ കൂടെ താമസിക്കുന്ന ആയി കഴിഞ്ഞാലും, ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കൂടെ തന്നെ നിൽക്കാനുണ്ട്. അപ്പൊ അവർക്ക് കിട്ടുന്ന കോൺഫിഡൻസ്, കാരണം ഒരു പ്രായപരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളെ ഡിസ്റ്റൻസ് ആയിട്ട് വരും. ഐ മീൻ, ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ അടുത്ത് വരില്ല, സംസാരിക്കില്ല, പിടിക്കില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ അവരുമായിട്ട് വളരെ കണക്ട് ആയിരിക്കണം. സോ ദേ വിൽ ഫീൽ സേഫ്. നമ്മൾ അവരുടെ കൂടെ ഉണ്ട്. നമ്മളും സെൽഫായിട്ട് നമുക്കും വളരെ സന്തോഷം കിട്ടും. നമ്മളൊരു സെൽഫിഷ് ആയാൽ മതി. അവിടെ നമ്മൾ അവരെ സ്നേഹിക്കും തോറും നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് ഫീൽ ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. സോ പ്ലീസ് ഡു ഷെയർ. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളായിട്ട് ബോണ്ടിങ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ആക്ടിവിറ്റിയാണ് ചെയ്യാറ്, സോ ദാറ്റ് അടുത്ത അറിയാത്ത ആൾക്കാർക്കോ അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ആണെങ്കിൽ അതൊക്കെ കോപ്പി ചെയ്യാൻ വേണ്ടി അവർക്കും ഹെൽപ്ഫുൾ ആവും. സോ പ്ലീസ് ഡു ഷെയർ. താങ്ക് യു.